ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സുധീൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ചർച്ചയ്ക്കെടുത്തു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3795 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 11 വർഷത്തിനിടെ കേരളത്തിനായി 10 ഇരട്ടി ബജറ്റിൽ വകയിരുത്തിയതായും കേന്ദ്രമന്ത്രി. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമായി. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബജറ്റ് ചർച്ച നാളെയും തുടരും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ച് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി. നിയമസഭാംഗത്വത്തിനുള്ള അയോഗ്യത നിലനിൽക്കും. യാത്രക്കാർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാകാൻ സിയാൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മന്ത്രിമാരായ പി രാജീവും കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ കൈമാറി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ കേരളം അസമുമായി ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയ ചർച്ച പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ചർച്ചയ്ക്കെടുത്തു. ലോക്സഭയിൽ ആകെ 18 മണിക്കൂറും രാജ്യസഭയിൽ 16 മണിക്കൂറുമാണ് ചർച്ചയ്ക്ക് സമയം അനുവദിച്ചിട്ടുള്ളത്. രാജ്യത്തിന്റെ ഭാവിക്ക് പ്രചോദനാത്മകമായ ദർശനമാണ് രാഷ്ട്രപതിയുടെ പ്രസംഗം നൽകിയതെന്ന് ലോക്സഭയിൽ പ്രമേയം അവതരിപ്പിച്ചുകൊണ്ട് കേന്ദ്രമന്ത്രിയും BJP എംപിയുമായ സർബാനന്ദ സോനോവാൾ പറഞ്ഞു. മുൻ കരസേനാ മേധാവി MM നരവനെയുടെ പ്രസിദ്ധീകരിക്കാത്ത പുസ്തകവുമായി ബന്ധപ്പെട്ട് പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധി നടത്തിയ പരാമർശത്തിലുണ്ടായ ബഹളത്തെ തുടർന്ന് 2 തവണ നിർത്തിവെച്ച ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. സഭയുടെ നടപടിക്രമങ്ങളുമായി ബന്ധമില്ലാത്ത പുസ്തകമോ വാർത്താ റിപ്പോർട്ടോ വായിക്കരുതെന്ന് സ്പീക്കർ ഓം ബിർള റൂളിംഗിൽ പറഞ്ഞു. രാഷ്ട്രപതിയുടെ പ്രസംഗത്തിനുള്ള നന്ദി പ്രമേയ ചർച്ചയുമായി ബന്ധപ്പെട്ട് വിഷയം സംസാരിക്കാനും സ്പീക്കർ നിർദ്ദേശിച്ചു. വാസ്തവ വിരുദ്ധമായ കാര്യങ്ങൾ പറഞ്ഞ് രാഹുൽ ഗാന്ധി സഭയെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പറഞ്ഞു. രാഹുൽ ഗാന്ധി സഭയുടെ നിയമങ്ങൾ ലംഘിച്ചുവെന്നും അദ്ദേഹം രാജ്യത്തോട് മാപ്പ് പറയണമെന്നും പാർലമെന്ററി കാര്യമന്ത്രി കിരൺ റിജിജു പറഞ്ഞു. രാജ്യസഭയിൽ BJP അംഗം സി സദാനന്ദ മാസ്റ്റർ നന്ദി പ്രമേയം അവതരിപ്പിച്ചു. വികസിത ഭാരതത്തിലേക്കുള്ള ഇന്ത്യയുടെ യാത്രകളെക്കുറിച്ച് വ്യക്തവും ആത്മവിശ്വാസമുള്ളതുമായ കാഴ്ചപ്പാടാണ് രാഷ്ട്രപതിയുടെ അഭിസംബോധനയിലൂടെ പങ്കുവച്ചിരിക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. BJPയുടെ ഡോക്ടർ മേധാ വിശ്രാം കുൽക്കർണി, കോൺഗ്രസിന്റെ ദിഗ്വിജയ് സിംഗ്, TMCയുടെ സാഗരിക ഖോസെ തുടങ്ങിയവരും ചർച്ചയിൽ പങ്കെടുത്തു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3795 കോടി രൂപ അനുവദിച്ചതായി റെയിൽവേ മന്ത്രി അശ്വിനി വൈഷ്ണവ്. ബജറ്റിൽ റെയിൽവേക്കായുള്ള വകയിരുത്തലുകളെക്കുറിച്ച് നടത്തിയ വാർത്താ സമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. 2009-14 കാലത്തേക്കാൾ 10 ഇരട്ടി വകയിരുത്തലാണ് കേരളത്തിനായി നടത്തിയിട്ടുള്ളതെന്നും അദ്ദേഹം പറഞ്ഞു. 2989 കോടി രൂപയാണ് സംസ്ഥാനത്തെ സ്റ്റേഷനുകളുടെ ആധുനികവൽക്കരണത്തിനായി അനുവദിച്ചിട്ടുള്ളത്. ഗുരുവായൂർ തിരുനാവായ പാതയ്ക്കായി സ്ഥലം ഏറ്റെടുക്കാൻ സംസ്ഥാന സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും മന്ത്രി അറിയിച്ചു. Entire railway capacity of Kerala is getting significantly increased from all the way from Kasaragod to Shornur to Ernakulam to Kayamkulam to Trivandrum. This is a major change which is happening. This will practically double the capacity of railways in Kerala. We will be able to run more than double the trains which are currently running. Capacity increase for Kerala. നിയമസഭയിൽ ഇന്നും പ്രതിപക്ഷ ബഹളം. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. നടപടികൾ പൂർത്തിയാക്കി ഇന്നത്തേക്ക് പിരിഞ്ഞ സഭ നാളെ രാവിലെ 9 വീണ്ടും ചേരും. ഇന്ന് ആരംഭിച്ച ബജറ്റ് ചർച്ച നാളെയും മറ്റന്നാളും തുടരും. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി രജു കോലിയക്കോട്. പയ്യന്നൂരിൽ പോലീസിനെ ബോംബെറിഞ്ഞ കേസിൽ ശിക്ഷിക്കപ്പെട്ട പ്രതികൾക്ക് പരോൾ നൽകുന്നതിന് പോലീസ് കൈക്കൂലി വാങ്ങിയെന്ന സംഭവം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തു നിന്ന് KK രമയാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. എന്നാൽ അടിയന്തര പ്രാധാന്യമില്ലാത്തതിനാൽ നോട്ടീസ് പരിഗണിക്കാൻ നിർവാഹമില്ലെന്ന് സ്പീക്കർ അറിയിക്കുകയായിരുന്നു. സ്പീക്കറുടെ നടപടിക്കെതിരെ പ്രതിപക്ഷം പ്ലക്കാർഡുകളും മുദ്രാവാക്യം വിളികളുമായി സഭയുടെ നടുത്തളത്തിലിറങ്ങി പ്രതിഷേധിച്ചു. വിഷയം ഗൗരവമുള്ളതാണെന്നും സർക്കാരിന് സൗകര്യമില്ലാത്ത വിഷയം സഭയിൽ ചർച്ച ചെയ്യില്ല എന്നാണോ എന്നും പ്രതിപക്ഷ നേതാവ് VD സതീശൻ ചോദിച്ചു.
പയ്യന്നൂരിലെ പ്രതികൾക്ക് പരോൾ അനുവദിച്ചത് ചട്ടപ്രകാരമാണെന്നും വിഷയദാരിദ്ര്യം ഉള്ളതുകൊണ്ടാണ് പ്രതിപക്ഷം ഇത് ഉന്നയിക്കുന്നതെന്നും മന്ത്രി എം.ബി. രാജേഷ് മറുപടിയായി പറഞ്ഞു. എന്നാൽ ബഹളം തുടർന്ന പ്രതിപക്ഷം പിന്നീട് സഭ ബഹിഷ്കരിക്കുകയായിരുന്നു. അതേസമയം ശബരിമല സ്വർണ്ണക്കൊള്ളക്കേസുമായി ബന്ധപ്പെട്ട് ദേവസ്വം മന്ത്രി രാജിവെക്കണമെന്നും മുഖ്യമന്ത്രിയുടെ സമ്മർദ്ദം SITക്ക് മേൽ ഉണ്ടാകരുതെന്നും ആവശ്യപ്പെട്ട് സഭാ കവാടത്തിൽ പ്രതിപക്ഷ സമരം തുടരുകയാണ്. IC ബാലകൃഷ്ണനും AKM അഷറഫുമാണ് ഇന്ന് സമരം ചെയ്തത്. അതിനിടെ ബജറ്റിന്മേലുള്ള ചർച്ചയ്ക്ക് ഇന്ന് സഭയിൽ തുടക്കമായി. സംസ്ഥാനത്ത് SIRന്റെ ഭാഗമായുള്ള അന്തിമ വോട്ടർ പട്ടിക ഈ മാസം 21-ന് പ്രസിദ്ധീകരിക്കും. ഇതുവരെ ലഭിച്ച അംഗീകരിക്കപ്പെട്ട അപേക്ഷകൾ ഉൾപ്പെടുത്തിയാകും പട്ടിക പ്രസിദ്ധീകരിക്കുന്നതെന്ന് മുഖ്യ തെരഞ്ഞെടുപ്പ് ഓഫീസർ രത്തൻ യു ഖേൽക്കർ അറിയിച്ചു. പട്ടികയുമായി ബന്ധപ്പെട്ട അവകാശവാദങ്ങളും പരാതികളും സമർപ്പിക്കാനുള്ള സമയപരിധി അവസാനിച്ചെങ്കിലും പൊതുജനങ്ങൾക്ക് തുടർന്നും അപേക്ഷകൾ സമർപ്പിക്കാൻ അവസരമുണ്ടാകുമെന്നും അദ്ദേഹം വ്യക്തമാക്കി. യാത്രക്കാർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാകാൻ സിയാൽ. ഇതിനായി കേരള ഹൈഡ്രജൻ വാലി ഇന്നൊവേഷൻ ക്ലസ്റ്റർ ഫൗണ്ടേഷനും സിയാലും തമ്മിൽ ധാരണാപത്രം ഒപ്പുവെച്ചു. സിയാലിൽ നടന്ന ചടങ്ങിൽ കേരള ഹൈഡ്രജൻ വാലി ഫൗണ്ടേഷനെ പ്രതിനിധീകരിച്ച് വൈദ്യുതി മന്ത്രിയും അനഡ് ഭരണസമിതി ചെയർമാനുമായ K. കൃഷ്ണൻകുട്ടിയും സിയാൽ ഡയറക്ടറും വ്യവസായ വകുപ്പ് മന്ത്രിയുമായ P. രാജീവുമാണ് ധാരണാപത്രം കൈമാറിയത്. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചു. കേസിൽ അന്തിമ വിധി വരും വരെയാണ് ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ചത്. തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതിയുടേതാണ് വിധി. ശിക്ഷാവിധിക്കെതിരെ ആന്റണി രാജു നൽകിയ ഹർജി പരിഗണിക്കവെയാണ് കോടതിയുടെ നിരീക്ഷണം. ശിക്ഷാവിധി മരവിപ്പിച്ചെങ്കിലും കുറ്റക്കാരനെന്ന കോടതി വിധിയും നിയമസഭാ അംഗത്വത്തിനുള്ള അയോഗ്യതയും നിലനിൽക്കും. ഹർജിയിൽ ഈ മാസം 6-ന് കോടതി വിശദമായ വാദം കേൾക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് _ ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ് _ TVM X ഹാൻഡിലും ലഭ്യമാണ്. ആയുർവേദ ചികിത്സയുടെ ആഗോള കേന്ദ്രമായി കേരളത്തെ മാറ്റണമെന്ന് മന്ത്രി PA മുഹമ്മദ് റിയാസ്. സംസ്ഥാന ടൂറിസം വകുപ്പും ആയുർവേദ പ്രൊമോഷൻ സൊസൈറ്റിയും സംയുക്തമായി കോഴിക്കോട് നടന്ന പ്രഥമ അന്താരാഷ്ട്ര ആയുർവേദ വെൽനസ് ഉച്ചകോടി ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. വിശദാംശങ്ങളുമായി ആകാശവാണി കോഴിക്കോട് ജില്ലാ പ്രതിനിധി നസീർ ബാബു. ആയുർവേദ വെൽനസ് വിദഗ്ധരുടെയും വ്യവസായ പങ്കാളികളുടെയും കാഴ്ചപ്പാടുകൾ പങ്കിടുന്ന അവതരണങ്ങൾ യോഗത്തിലുണ്ടാകും. വിജ്ഞാന കൈമാറ്റം, നയവികസനം, B2B നെറ്റ്വർക്കിംഗ്, ആഗോള ബിസിനസ് സഹകരണം എന്നിവയ്ക്കുള്ള വേദിയായി കോൺക്ലേവ് പ്രവർത്തിക്കും. വെൽനസ്, ആയുർവേദ അധിഷ്ഠിത ടൂറിസത്തിന്റെ വികസനത്തിന് സംഭാവന നൽകിയ പ്രമുഖരെ ചടങ്ങിൽ ആദരിക്കും. മെഡിക്കൽ വാല്യൂ, ട്രാവൽ, വെൽനസ് റിട്രീറ്റുകൾ, ആയുർവേദ ഹെൽത്ത് കെയർ, യോഗ ടൂറിസം എന്നിവയിൽ കേരളത്തിന്റെ സ്ഥാനം ശക്തിപ്പെടുത്തുന്നതിനും കോൺക്ലേവ് ശ്രദ്ധ കേന്ദ്രീകരിക്കും. അന്താരാഷ്ട്ര ആയുർവേദ യോഗ അംബാസഡർമാർക്കായി ഫെബ്രുവരി 4 മുതൽ കേരളത്തിലുടനീളമുള്ള ആയുർവേദ വെൽനസ് കേന്ദ്രങ്ങളിലേക്കുള്ള യാത്രയും ഇതിന്റെ ഭാഗമായി ആസൂത്രണം ചെയ്തിട്ടുണ്ട്. സന്തോഷ് ട്രോഫി ഫുട്ബോളിൽ നാളെ നടക്കുന്ന ക്വാർട്ടർ ഫൈനലിൽ ഗ്രൂപ്പ് ചാമ്പ്യന്മാരായ കേരളം അസമിനെ നേരിടും. അസമിലെ സിലാപത്തർ രാജീവ് ഗാന്ധി സ്റ്റേഡിയത്തിലാണ് മത്സരം. ശബരിമലയിലെ കുങ്കുമ വിൽപ്പനയുമായി ബന്ധപ്പെട്ട് സ്വമേധയാ എടുത്ത കേസ് അവസാനിപ്പിച്ച് കേരള ഹൈക്കോടതി. തീർത്ഥാടന കാലത്തെ സൌകര്യങ്ങളെക്കുറിച്ച് ശബരിമല സ്പെഷ്യൽ കമ്മീഷണർ സമർപ്പിച്ച റിപ്പോർട്ട് പരിഗണിക്കവെയാണ് നടപടി. ജസ്റ്റിസ് രാജ വിജയരാഘവൻ V, ജസ്റ്റിസ് KV ജയകുമാർ എന്നിവരടങ്ങിയ ഡിവിഷൻ ബെഞ്ചിന്റേതാണ് തീരുമാനം. പേട്ടതുള്ളൽ സമയത്ത് ഭക്തർ കൃത്രിമ വർണ്ണങ്ങളുള്ള കുങ്കുമപ്പൊടി വ്യാപകമായി ഉപയോഗിക്കുന്നത് കോടതിയുടെ ശ്രദ്ധയിൽപ്പെട്ടിരുന്നു. തുടർന്ന് രാസകുങ്കുമ വിതരണ ശൃംഖലയെക്കുറിച്ച് അന്വേഷിക്കാനും അവ വിൽപ്പന ചെയ്യുന്ന കടകളിൽ പരിശോധന നടത്താനും കോടതി ഉത്തരവിട്ടിരുന്നു. എയ്ഡഡ് സ്കൂളുകളിലെ ഭിന്നശേഷി സംവരണവുമായി ബന്ധപ്പെട്ട് നിലവിൽ താൽക്കാലിക തസ്തികകളിൽ തുടരുന്ന അധ്യാപകരെ സ്ഥിരപ്പെടുത്താൻ സർക്കാർ സുപ്രീം കോടതിയിൽ സമർപ്പിച്ച അപേക്ഷ അധ്യാപക പ്രതിനിധികളുടെ എതിർപ്പ് മൂലം കോടതി പരിഗണിച്ചില്ലെന്ന് മന്ത്രി V. ശിവൻകുട്ടി. NSS മാനേജ്മെന്റിന് ലഭിച്ച വിധി മറ്റ് മാനേജ്മെന്റുകൾക്കും സമാന രീതിയിൽ ജോലി ചെയ്യുന്ന അധ്യാപകർക്കും ബാധകമാക്കണമെന്ന സർക്കാരിന്റെ അപേക്ഷയാണ് മാറ്റിവെച്ചത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 944 പോയിന്റ് ഉയർന്ന് 81,666-ലും നിഫ്റ്റി 263 പോയിന്റ് നേട്ടത്തിൽ 20,088-ലും വ്യാപാരം അവസാനിപ്പിച്ചു. പ്രധാന വാർത്തകൾ വീണ്ടും. രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ അഭിസംബോധനയിന്മേലുള്ള നന്ദി പ്രമേയം പാർലമെന്റിന്റെ ഇരുസഭകളിലും ഇന്ന് ചർച്ചയ്ക്കെടുത്തു. പ്രതിപക്ഷ ബഹളത്തെ തുടർന്ന് ലോക്സഭ ഇന്നത്തേക്ക് പിരിഞ്ഞു. കേരളത്തിലെ റെയിൽവേ വികസനത്തിന് 3,795 കോടി രൂപ അനുവദിച്ചതായി കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ്. 11 വർഷത്തിനിടെ കേരളത്തിനായി 10 ഇരട്ടി ബജറ്റിൽ വകയിരുത്തിയതായും കേന്ദ്രമന്ത്രി. നിയമസഭയിൽ ബജറ്റ് ചർച്ചയ്ക്ക് തുടക്കമായി. അടിയന്തര പ്രമേയ നോട്ടീസ് സ്പീക്കർ തള്ളിയതിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം സഭ ബഹിഷ്കരിച്ചു. ബജറ്റ് ചർച്ച നാളെയും തുടരും. തൊണ്ടി മുതൽ തിരിമറി കേസിൽ മുൻ മന്ത്രി ആന്റണി രാജുവിന്റെ ശിക്ഷാവിധി താൽക്കാലികമായി മരവിപ്പിച്ച് തിരുവനന്തപുരം ജില്ലാ സെഷൻസ് കോടതി. നിയമസഭാംഗത്വത്തിനുള്ള അയോഗ്യത നിലനിൽക്കും.
യാത്രക്കാർക്കായി ഹൈഡ്രജൻ ബസ്സുകൾ നിരത്തിലിറക്കുന്ന രാജ്യത്തെ ആദ്യ വിമാനത്താവളമാകാൻ സിയാൽ. പദ്ധതിയുമായി ബന്ധപ്പെട്ട ധാരണാപത്രം മന്ത്രിമാരായ പി രാജീവും കെ കൃഷ്ണൻകുട്ടിയും തമ്മിൽ കൈമാറി. സന്തോഷ് ട്രോഫി ഫുട്ബോൾ ക്വാർട്ടർ ഫൈനലിൽ നാളെ കേരളം അസമുമായി ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 7:25.